നമുക്കറിയാം, ഇന്ത്യയിൽ കുറേയേറെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അതായത് കോൺഗ്രസ്, BJP, കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയവ. ഇതിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ആ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഓരോ പാർട്ടിയും ഓരോ മേഖലയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു. ഉദാഹരണത്തിനായി ചില പാർട്ടികൾ സോഫ്റ്റ്വെയർ ശ്രദ്ധ കൊടുക്കുമ്പോൾ ചില പാർട്ടികൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതുപോലെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം റോഡ്, എക്സ്പ്രസ് ഹൈവേ എന്നിവയ്ക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 67 വർഷം. അതായത് 1947 മുതൽ 2014 വരെയുള്ള ഇന്ത്യയിൽ ഏകദേശം 90,000 കിലോമീറ്റർ ഹൈവേസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം അത് ഏകദേശം 1,45,000 കിലോമീറ്റർ കൂടി. ഇത് ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അതായത് ഈ 9 വർഷത്തിനുള്ളിൽ BJP ഗവൺമെന്റ് ഏകദേശം 55,000 കിലോമീറ്ററോളം ഹൈവേ നിർമ്മിച്ചു എന്നർത്ഥം. 2022 മഹാരാഷ്ട്രയിലെ ഒരു 75 കിലോമീറ്റർ ഹൈവേ വെറും 4 ദിവസം കൊണ്ട് നിർമ്മിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റി. സാഗർമാല പദ്ധതി, ഭാരത് മാല പദ്ധതി, പ്രധാനമന്ത്രി ഗ്രാം സേവക് യോജന മുതലായ പദ്ധതികൾ വഴി റോഡുകൾക്ക് വേണ്ടിയും ഹൈവേകൾക്ക് വേണ്ടിയും പ്രത്യേകം സ്കീമുകൾ ആരംഭിച്ച് ഓരോ വർഷവും ഹൈവേയും റോഡ്സും നിർമ്മിക്കുന്നുമുണ്ട്. ഈ BJP ഗവൺമെന്റ് എന്തിനു വേണ്ടിയാണ് റോഡ്സ് ആൻഡ് ഹൈവേസ് ഇങ്ങനെ നിർമ്മിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുന്നത്? ഒരു രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെയോ വികസന പ്രവർത്തനത്തിൽ റോഡുകളും ഹൈവേകളും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. 2023 ഇന്ത്യ ഗവൺമെന്റ് റോഡ്സും ഹൈവേയും നിർമ്മിക്കാൻ വേണ്ടി ഏകദേശം 2,55,000 കോടി രൂപ ചിലവഴിക്കുന്നു. എന്തിനിത്രയധികം പണം ചിലവാക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ആ ഏരിയയിൽ പുതിയതായി ഒരു റോഡ് നിർമ്മിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവിടെയുള്ള റോഡ് വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ആ ഏരിയയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകണം. ചൈന, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ പെട്ടെന്ന് ഡെവലപ്പ് ആകുന്നു. ഇങ്ങനെ ഡെവലപ്പ് ആകാൻ ഈ റോഡുകളും ഹൈവേകളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളെ അവരുടെ രാജ്യത്ത് കൊണ്ടുവന്ന് അവരുടെ പ്രൊഡക്റ്റ് അവിടെ ഉൽപ്പാദിപ്പിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഇതുമൂലം അവരുടെ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി അവിടെയുള്ള ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നു. അങ്ങനെ ആ രാജ്യം വികസനത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ വിദേശ കമ്പനികളെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ രാജ്യത്തെ റോഡുകളും ഹൈവേകളും ഡെവലപ്പ് ചെയ്യുന്നു. ഏതൊരു വിദേശ കമ്പനിയാണെങ്കിലും ഒരു രാജ്യത്ത് പണം മുടക്കി അവരുടെ ഫാക്ടറി അവിടെ നിർമ്മിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ, റോഡുകൾ, നെറ്റ്വർക്കുകൾ തുടങ്ങിയവ. അതായത് അവിടെയുള്ള റോഡുകൾ നല്ലതല്ല എങ്കിൽ ഒരു വസ്തുവിനെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ധാരാളം സമയവും എടുക്കുന്നു, ധാരാളം ചെലവുമാവുന്നു. ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അധിക പണം ചിലവാക്കേണ്ടി വരുമ്പോൾ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റിനും അധികമായി പണം ചിലവാക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള പല കമ്പനികളും റോഡുകളും ഹൈവേകളും മികച്ചതാണെങ്കിൽ, ട്രാൻസ്പോർട്ടേഷൻ കുറവാണെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അവർക്ക് പെട്ടെന്ന് തന്നെ ഷിപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തെ അവരുടെ കമ്പനികൾ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ രാജ്യമാണ് ചൈന. എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ 1.68 ലക്ഷം കിലോമീറ്റർ എക്സ്പ്രസ് വേ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രസ് വേയിൽ വാഹനങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കയറാനും ഇറങ്ങിപ്പോകാനും കഴിയുകയില്ല. ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ കയറാനും ഇറങ്ങിപ്പോവാനും കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ എക്സ്പ്രസ് വേയിൽ 2 വീലറിനും 3 വീലറിനും സഞ്ചരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ചരക്കുകളുമായി പോകുന്ന വാഹനങ്ങൾ 100-120 കിലോമീറ്റർ സ്പീഡിൽ അവർക്ക് എത്തേണ്ടിടത്ത് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നു. ഇതുകൊണ്ട് തന്നെ രാജ്യത്ത് റോഡ് വഴി നടക്കുന്ന എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സിൽ ഒരു കുറവുമില്ലാതെ ട്രേഡ് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. അത് മാത്രമല്ല, സാധാരണ റോഡുകളിൽ പോകുന്ന വാഹനങ്ങളെക്കാൾ എക്സ്പ്രസ് വേയിൽ പോകുന്ന വാഹനങ്ങൾ 30 മുതൽ 40% വരെ ഇന്ധനം കുറവാണ് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വാഹനത്തിൽ ഇന്ധനം കൂടുതൽ ഉപയോഗിക്കുന്നതിന് കാരണം ട്രാഫിക് ജാമും അതിന്റെ സ്പീഡിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനുമാണ്. എന്നാൽ എക്സ്പ്രസ് വേയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത് കാരണം ട്രാൻസ്പോർട്ടേഷനുള്ള ചിലവ് വളരെയധികം കുറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് കമ്പനികൾക്ക് വളരെയധികം ലാഭമായി തീരുകയും ചെയ്യുന്നു. ഏത് രാജ്യത്താണെങ്കിലും കമ്പനി നിർമ്മിക്കാൻ വസ്തു ഫ്രീ ആയി കൊടുത്തത് കൊണ്ടോ കുറഞ്ഞ പണിക്കൂലിയിൽ തൊഴിലാളികളെ കൊടുത്തത് കൊണ്ടോ ഒരു കമ്പനിക്കാരും ആ രാജ്യത്തേക്ക് വരാൻ തയ്യാറാവുകയില്ല. കാരണം അവിടുത്തെ റോഡുകൾ മികച്ചതല്ല എങ്കിൽ ട്രാൻസ്പോർട്ടേഷൻക്ക് വേണ്ടി അവർക്ക് അവിടെ അധികം ചിലവ് വരുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു വിദേശ കമ്പനിയാണെങ്കിൽ പോലും ഒരു രാജ്യത്തേക്ക് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞ് അവിടെയുള്ള വസ്തുവിന്റെ മേലും തൊഴിലാളികളുടെ മേലും അവർ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷന്റെ മേലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും വിദേശ കമ്പനികളെ ആകർഷിക്കാൻ വേണ്ടി അവിടെയുള്ള റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നു. ഈ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ വേണ്ടി ഹൈവേസ്, എക്സ്പ്രസ് വേ എന്നിവ കൂടുതൽ നിർമ്മിക്കുന്നു.
1999 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ഹൈവേസും എക്സ്പ്രസ് വേയും നമ്മുടെ വികസനത്തിൽ എത്ര പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റീസായ ഡൽഹി, കൽക്കട്ട, ചെന്നൈ, മുംബൈ എന്നീ 4 സിറ്റികളെ കണക്ട് ചെയ്ത് ഒരു നാഷണൽ ഹൈവേ പ്രോജക്ട് തുടങ്ങി. അതാണ് ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 2001 ഈ പ്രൊജക്ട് തുടങ്ങിവെച്ചു. എന്നാൽ ഗവൺമെന്റ് മാറിയത് കാരണം 2013 ഇത് പൂർത്തിയായത്. 2014 മോദി ഗവൺമെന്റ് ഇന്ത്യയെ കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഹൈവേസും എക്സ്പ്രസ് വേയും നിർമ്മിക്കാൻ വേണ്ടി പുതിയ പുതിയ പദ്ധതികൾ തുടങ്ങി. അതിലൊന്നാണ് സാഗർമാല പദ്ധതി. ഇന്ത്യയിലെ തുറമുഖത്തിന്റെ വികസനമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2015 ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ തീരപ്രദേശത്തുള്ള പോർട്ടിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ലോജിസ്റ്റിക് ഏരിയ വികസിപ്പിക്കുന്നതിന് വേണ്ടി 11 ലക്ഷം കോടി രൂപ മുടക്കി ഒരു പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയാണ് സാഗർമാല പദ്ധതി. ഇതിൽ ഗവൺമെന്റ് തീരപ്രദേശത്തുള്ള സീപോർട്ടിനെ ഡെവലപ്പ് ചെയ്ത് ദൂരെയുള്ള ഫാക്ടറിയിൽ നിന്നും ഈസിയായി കണക്ട് ചെയ്ത് ഇറക്കുമതിയും കയറ്റുമതിയും വേഗത്തിൽ ചെയ്യാൻ വേണ്ടി 4 വരി മുതൽ 6 വരി വരെയുള്ള എക്സ്പ്രസ് വേസും ഹൈവേസും നിർമ്മിക്കുന്നു. ഇതുവഴി നമ്മുടെ രാജ്യത്തുള്ള ട്രാൻസ്പോർട്ടേഷനും ടൈമും വളരെയധികം കുറഞ്ഞ് ലോജിസ്റ്റിക് ഏരിയ കൂടുതൽ വികസിക്കുന്നു. അടുത്ത പ്രോജക്റ്റാണ് ഭാരത് മാല. 2015 ഇന്ത്യയിൽ നാഷണൽ ഹൈവേസ് വളരെയധികം ഉണ്ട്. എന്നാൽ അതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. ഇന്ത്യയിലുള്ള ഹൈവേസ് 2 വരി പാത അല്ലെങ്കിൽ 4 വരി പാതയാണ്. എന്നാൽ തുടർച്ചയായി ഇത് 4 വരി പാതയായി തുടരുന്നില്ല. ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഈ 4 വരി പാത 2 വരി പാതയായി മാറുന്നു. രാവിലെയും വൈകിട്ടും അവധി ദിവസങ്ങളിലും ഈ 2 വരി പാതയിൽ എത്തിച്ചേരുന്ന ചരക്കു വാഹനങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോകുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് 2015 ഇന്ത്യ മുഴുവൻ 84,000 കിലോമീറ്റർ ദൂരമുള്ള പുതിയ നാഷണൽ ഹൈവേസ് ഭാരത് മാല പദ്ധതി എന്ന പേരിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഗവൺമെന്റ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട സിറ്റികളിലെ ട്രാവലിംഗും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷന് സമയവും കുറയാൻ വേണ്ടി 6 വരി അല്ലെങ്കിൽ 8 വരി പാതയിലുള്ള എക്സ്പ്രസ് ഹൈവേസും നിർമ്മിക്കുന്നു. പുതുതായി നിർമ്മിച്ച ഈ റോഡുകൾ സിറ്റിയിലും ടൗണിലും പ്രവേശിക്കാതെ സിറ്റിയുടെ പുറത്തുകൂടി പോകുന്നത് വഴി രാവിലെയും വൈകിട്ടുമുള്ള ട്രാഫിക്കിൽ പെടാതെ ദൂരയാത്രയ്ക്ക് പോകുന്ന ചരക്ക് വണ്ടികൾ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് റോഡുകളും ഹൈവേകളും വികസിക്കുന്നത് മൂലം ഒരു രാജ്യത്തുണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങൾ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് റോഡുകളും ഹൈവേകളും നിർമ്മിക്കുന്നതിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്ത്യയിലെ റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി 2024 അമേരിക്കയിലെ റോഡ് പോലെ ആവണം ഇന്ത്യയിലെ റോഡുകൾ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഉത്തർപ്രദേശ് ഏത് രീതിയിലാണ് വികസനത്തിന്റെ പാതയിലെത്തിയത്, എങ്ങനെയാണ് ആ സ്റ്റേറ്റ് ഡെവലപ്പ് ആയത് എന്നതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, മധ്യപ്രദേശ്, തെലങ്കാന അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 14 സംസ്ഥാനത്തിൽ 5145 കിലോമീറ്റർ നീളമുള്ള എക്സ്പ്രസ് വേസ് നിർമ്മിച്ചിട്ടുണ്ട്. ചൈനയെ പോലുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രൊജക്ടിനു വേണ്ടി ലക്ഷം കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നും ധാരാളം വിദേശ കമ്പനികൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിൽ ഇന്ത്യയിൽ എത്തുന്നത് ഏകദേശം 20 മുതൽ 30% മാത്രമാണ്. ബാക്കിയുള്ള വിദേശ കമ്പനികളെ കൂടെ നമ്മുടെ രാജ്യത്തേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള റോഡുകൾ, റോഡ് കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം ഡെവലപ്പ് ആകേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.